എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ. നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന ഒരു കോട്ടയം സ്റ്റൈൽ മുരിങ്ങാക്കായും അതുപോലെ തന്നെ കൊഞ്ചും ചേർന്നിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. വളരെ സ്വാദിഷ്ടമായ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിന് കൊഞ്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 2 മുരിങ്ങാക്കായാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 മുരിങ്ങാക്കായ ഒന്ന് ഇടം മുറിച്ച് വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ചമാങ്ങ അതുപോലെ തന്നെ ചക്കക്കുരു ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു കൊഞ്ചിൻ്റെ കൂടെ നമ്മൾ പച്ചക്കൊഞ്ചിൻ്റെ കൂടെ നമ്മൾ എന്താണ് ചേർത്ത് കൊടുക്കുന്നത് അതിനൊക്കെ കറി തയ്യാറായി വരുമ്പോഴത്തേക്കും പിന്നെ ഈ ഒരു കൊഞ്ചിൻ്റെ ടേസ്റ്റ് അതിനൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം മുരിങ്ങാക്കായ ഇങ്ങനെ കൊഞ്ചിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ്, വളരെ ടേസ്റ്റിയാണ്. മുരിങ്ങാക്കായ്ക്കൊക്കെ ആ കൊഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ട് നല്ലത് ഗംഭീരമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊഞ്ചൊന്ന് വൃത്തിയായിട്ട് പിന്നെ കഴുകി ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കൊഞ്ച് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും വെട്ടി ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേക്കും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൊഞ്ചിൻ്റെ ഭാഗത്ത് മുകൾ വശത്തായിട്ടൊരു വെയിനുണ്ട് കേട്ടോ. ആ വെയിന് പൂർണ്ണമായിട്ട് നമ്മൾ വലിച്ച് എടുത്ത് കളയണം കേട്ടോ. ഈ ഒരു വെയിന് ഈ ഒരു കൊഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം വയറുവേദന എടുക്കാനും അത് കഴിക്കുമ്പോഴത്തേക്കും പിന്നെ ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാവാനും വയറിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വെയിന് പൂർണ്ണമായിട്ടും നീക്കം ചെയ്ത് കളയണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതേ മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം എമൗണ്ട് കറി വേണോ അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു കൊഞ്ചിൻ്റെ അളവനുസരിച്ച് മുരിങ്ങാക്കായൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒരു 1 കിലോ കൊഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ നമുക്കറിയാലോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 മുരിങ്ങാക്കായാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മുരിങ്ങാക്കായ എടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ ഒന്ന് നടു കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ സാമ്പാറിനൊക്കെ മുറിക്കുന്ന പോലെ ഈ ഒരു മുരിങ്ങാക്കായ എടുത്തിട്ട് അതിൻ്റെ നടുവശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പെട്ടെന്ന് വെന്ത് കിട്ടാനും കൊഞ്ചിന് നമുക്കറിയാം അധികം വേവില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുരിങ്ങാക്കായ പെട്ടെന്ന് വെന്ത് കിട്ടാനും ആ ഒരു മുരിങ്ങാക്കായൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കൊഞ്ചിൻ്റെയൊക്കെ ടേസ്റ്റ് പൂർണ്ണമായിട്ടും ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പൂർണ്ണമായിട്ട് മുഴുവനോടെ ഇടരുത്, എപ്പോഴും കട്ട് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഈ ഒരു കറിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി വേണം. അപ്പം ഞാനിവിടെ വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുത്ത് വളരെ ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 വരെ എടുത്തോളൂ കേട്ടോ. പിന്നെ എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 4-5 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. 5 അല്ലെങ്കിൽ 6 എടുക്കാം. അതിൻ്റെ ഒക്കെ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 6 എടുത്തിട്ടുള്ളത്. നമുക്കധികം ഒരുപാട് എരിവില്ലാത്ത പച്ചമുളകായതുകൊണ്ടാണ് 6 എടുത്തത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ അരയ്ക്കുന്നവരുണ്ട്. തേങ്ങ അരച്ചിട്ട് ഞാനിവിടെ തേങ്ങ അരച്ചാണ് ചേർക്കുന്നത്. നമുക്ക് അതേസമയം വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ടേസ്റ്റിൽ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വിറകടുപ്പിൽ വെച്ചിട്ട് മൺചട്ടിയിലാണ് പാചകം ചെയ്യുന്നത്. വിറക് കത്തിച്ച് അടുപ്പ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കത്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു മൺചട്ടി വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതിലേക്ക് ഒന്നും തന്നെ വഴറ്റി ചേർക്കുന്നില്ല കേട്ടോ. എണ്ണ ഉപയോഗിച്ച് ഈ ഒരു നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും അതൊന്നും വഴറ്റിയിട്ടല്ല ചേർക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അരപ്പ് ചേർത്താണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിഗംഭീരമായിട്ടുള്ള കറിയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കണം. സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഈ ഒരു ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇതുവരെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് പോകണം കേട്ടോ. പിന്നെ ഒരു ലൈക്കും കൂടി തരുമെന്ന് നമുക്കറിയാം, എന്നാലും പറയുകയാണ് കേട്ടോ. പിന്നെ നമ്മളിതേ ചട്ടിയിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ 7 പച്ചമുളക്, 6 7 പച്ചമുളക്, ഒരു 2 മുരിങ്ങാക്കായ, പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പീസായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു 6-7 ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ അതിലേക്ക് ഒരു 2-3 തേങ്ങാപ്പൂള് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തതും കൂടിയാണ് കേട്ടോ. ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ എല്ലാ സാധനങ്ങളും കൂടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് നല്ലോണം കത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. വഴറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ പച്ചമാങ്ങ ഉണ്ട് വെച്ചാൽ
ഈ ഒരു ടൈമിൽ പച്ചമാങ്ങ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ കുടംപുളിയാണ് ചേർക്കുന്നത്. പിന്നെ ഈ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള തേങ്ങ, അതായത് അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ. പെരുംജീരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ജീരകം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരപ്പിലേക്ക്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. അതേ അളവ് തന്നെയാണ് നമ്മൾ മല്ലിപ്പൊടിയും ചേർക്കുന്നത്. മുളക് പൊടീൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിൽ 1/4 ടീസ്പൂൺ വരുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റേ മുളക് പൊടിയും പിന്നെ ഈ ഒരു മല്ലിപ്പൊടിയും സെയിമാണ്. പിന്നെ ഇതിലേക്ക് നമ്മളെല്ലാ മീൻകറിയിലേക്കും വളരെ കുറച്ച് മാത്രം കടുക്, ഒരു 10-20 മണി കടുക് അരയ്ക്കുകയാണെങ്കിൽ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക ഫ്ലേവറും കൂടി അതിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുവരെ ചെയ്യാത്തവരാണ്, ഒരു ടിപ്പാണ്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെ നമ്മുടെ കറിക്ക് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ചെറിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ ഒരു 5 ചെറിയ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ വെളുത്തുള്ളിയാണ് ഉള്ളതെങ്കിൽ ഒരെണ്ണം മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ 5 ചേർത്തത്. പിന്നെ ഈ ഒരു കറിയിലേക്ക് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുക കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കരുത്. അങ്ങനെയാകുമ്പോഴത്തേക്കും നമ്മളുടെ ഈ തേങ്ങ അരഞ്ഞ് വരാൻ സമയമെടുക്കും. പിന്നെ അത് തന്നെയല്ല, നന്നായിട്ട് ഫൈനായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് നമുക്കത് അരഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക കേട്ടോ. പിന്നെ നമ്മളുടെ ഈ അരപ്പ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയൊന്നും ഒഴിക്കാതെ വഴറ്റിയിട്ടുള്ള ഈ ഒരു തക്കാളിയും പച്ചമുളകും തേങ്ങാക്കൊത്തും മുരിങ്ങക്കായും എല്ലാം ഇട്ട് അതിലേക്ക് ആ ഒരു ചട്ടിയിലേക്ക് നമ്മളുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. അരപ്പ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം മാത്രം ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഡയറക്റ്റ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ കറീൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ആ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ഈ ഒരു പരുവത്തിനാണ് നമ്മളിപ്പോൾ ചാറെടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം ഇതിൽ മുരിങ്ങാക്കായൊക്കെ ഉണ്ട്. അപ്പോൾ മുരിങ്ങാക്കായ്ക്ക് അല്പം വേവുള്ളതാണ്. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ആ വെന്ത് അത്യാവശ്യം ഈ ഒരു കറി നന്നായി തിളച്ച് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കാണ് നമ്മളിതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കൊഞ്ചിന് നമുക്ക് അറിയാം വളരെ പെട്ടെന്ന് വേവ്, ഒരുപാട് ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓവർ കുക്കിംഗ് ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു റബ്ബർ പോലത്തെ ഒരു ഫീല് കൊഞ്ചിന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു അത്യാവശ്യം കുറച്ച് ടൈം മാത്രം നമുക്ക് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കൊഞ്ച്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് നമ്മൾ മുരിങ്ങാക്കായെല്ലാം ഒരു ഹാഫ് കുക്കായി കഴിഞ്ഞ സമയത്താണ് നമ്മളിതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കൊഞ്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ ഒരു കൊഞ്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ചാറൊക്കെ ഒന്ന് കുറുകി പിന്നെ ഇനി ഒരു കൊഞ്ചിൻ്റെ ആ ഒരു ആ ഒരു ഫ്ലേവർ ഈ ഒരു മുരിങ്ങാക്കായിലും ഈ ഒരു തേങ്ങാക്കൊത്തിലും ഒക്കെ ഒന്ന് പിടിച്ച് എല്ലാം കൂടി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി കറി ഇവിടെ റെഡിയാവും കേട്ടോ. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൊഞ്ചും മുരിങ്ങാക്കായും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അടിപൊളി ഗംഭീരമായിട്ടുള്ള രുചിയാണ് കേട്ടോ. ഒന്നും പകരം വെക്കാനില്ല. അതുപോലെ നമ്മൾ ഈ കൊഞ്ച് കഴിക്കുന്നുണ്ടല്ലോ, അപ്പം നമുക്കറിയാം ഒരു കിലോ കൊഞ്ചൊക്കെ മേടിച്ചാൽ തന്നെ അത് കുക്ക് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിലേക്ക് നമ്മളിങ്ങനെ മുരിങ്ങാക്കായൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഈ മുരിങ്ങാക്കായിനൊക്കെ ഈ കൊഞ്ചിൻ്റെ ഫ്ലേവർ കയറിയിട്ട് നല്ല കൊഞ്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് മുരിങ്ങാക്കായൊക്കെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് പറയുന്നത്. റെസിപ്പി പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ കറി അത്യാവശ്യം നല്ല കുറുകി കൊഞ്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുവരെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് നമുക്ക് ആവശ്യത്തിന് ചാറായി വരുന്നവരെ നമ്മൾ അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നല്ലൊരു താളിപ്പ് ചേർത്ത് കൊടുക്കണം. അത് വെളിച്ചെണ്ണയുടെ താളിപ്പ് തന്നെ വേണം. ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുകും അതുപോലെ തന്നെ
ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 പീസ് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. കറിവേപ്പിലേൻ്റെ എണ്ണം നമുക്ക് വളരെ കുറവായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിഗംഭീരമായിട്ടുള്ള കറി, കൊഞ്ച്, പച്ചക്കൊഞ്ച്, മുരിങ്ങാക്കായും ചേർത്ത കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഷെയർ ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന റെസിപ്പിയായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.